എല്ലാവർക്കും നമസ്കാരം. മെക്സ് സ്റ്റുഡിയോയിലേക്ക് സ്വാഗതം. IPL തുടങ്ങാൻ പോവുകയാണ്. ഇനി കേവലം ഒരാഴ്ച മാത്രമാണ് IPLൻ്റെ ഇന്ത്യൻ ക്രിക്കറ്റ് കാലത്തെ മികച്ച ക്രിക്കറ്റ് പൂരത്തിന് കൊടികയറാനായിട്ടുള്ളത്. IPL സംബന്ധിച്ച മറ്റൊരു കിടിലൻ അപ്ഡേറ്റുമായിട്ടാണ് ഇപ്പോൾ എത്തിയിട്ടുള്ളത്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപ് കൂടുതൽ കായിക വാർത്തകൾ വേഗത്തിൽ അറിയുന്നതിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നേരത്തെ അതായത് IPL താരലേലം കഴിഞ്ഞപ്പോൾ ഞാനൊരു പവർ റാങ്കിങ് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. IPL കിരീടം തവണ ഉയർത്താൻ സാധ്യതയുള്ള 10 ടീമുകളുടെ ആ ഒരു റേറ്റിംഗ് അനുസരിച്ചുള്ള പവർ റാങ്കിങ് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം നമുക്കറിയാം ചില താരങ്ങൾ, അതായത് പല ടീമുകളുടെയും കീ പ്ലെയേഴ്സ് പരിക്ക് മൂലം പുറത്തായിട്ടുണ്ട്. ചില താരങ്ങൾ പേഴ്സണൽ കാര്യങ്ങളിൽ IPL നിന്ന് വിട്ടു നിൽക്കുന്നുമുണ്ട്. അവർക്കെല്ലാം റീപ്ലേസ്മെൻറ്റ്സിനെയും ഓരോരോ ഫ്രാഞ്ചൈസികൾ സൈൻ ചെയ്തിട്ടുമുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ IPL തുടങ്ങുന്നതിന് കേവലം ഒരാഴ്ചകൾ മാത്രം ബാക്കി നിൽക്കെ ടീമുകളെല്ലാം തങ്ങളുടെ ക്യാമ്പിലേക്കും കടന്നിട്ടുണ്ട്. ഒപ്പം ഷെഡ്യൂൾ നേരത്തെ തന്നെ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. ഈ ഒരു സാഹചര്യത്തിൽ ഇത്തവണത്തെ IPL കിരീടം ഉയർത്താൻ ടീമുകളുടെ ആ ഒരു റേറ്റിംഗ് നമുക്ക് നോക്കാം. ടോപ്പ് 10 പവർ റാങ്കിങ്. ഈ ഒരു റാങ്കിങ് പ്രകാരം നേരത്തെ തന്നെ ഞാനൊരു പവർ റാങ്കിങ് വീഡിയോ ചെയ്തപ്പോൾ അതിൽ 1-ാം സ്ഥാനം ചെന്നൈ സൂപ്പർ കിങ്സിനായിരുന്നു നൽകിയിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇത്തവണ അത് അപ്ഡേറ്റ് മാറിയിട്ടുണ്ട്. മുംബൈ ഇന്ത്യൻസിനാണ് നിലവിൽ IPL കിരീടം ഉയർത്താനുള്ള ഏറ്റവും കൂടുതൽ സാധ്യത. ഒന്ന്, മികച്ചൊരു ക്യാപ്റ്റൻ ഹാർദിക് പാണ്ഡ്യ പോലെ ഒരു സ്റ്റാർ ഇന്ത്യൻ ഓൾറൗണ്ടർ അവരെ നയിക്കാനുണ്ട്. ഒപ്പം മികച്ച ബാറ്റിംഗ് ലൈനപ്പ് രോഹിത് ശർമ്മ, ഇഷാൻ കിഷൻ, സൂര്യകുമാർ യാദവ് തുടങ്ങിയ മികച്ച ബാറ്റിംഗ് ലൈനപ്പും മികച്ച ബോളർമാർ. നമുക്കറിയാം ഈ ഒരു IPL സീസൺ എടുത്ത് നോക്കുകയാണെങ്കിൽ ഏറ്റവും മികച്ച ഡെത്ത് ഓവർ ബോളേഴ്സ് ഉള്ള സ്കോഡ് തന്നെയാണ് മുംബൈ ഇന്ത്യൻസ്. ജസ്പ്രീത് ബുംറ, ജെറാൾഡ് കോച്ചി, ദിൽഷൻ മദ്ഷൻക, നുവാൻ തുഷാർ തുടങ്ങിയ മികച്ച പേസ് ബോളേഴ്സും മുഹമ്മദ് നബി, അതോടൊപ്പം തന്നെ പീയൂഷ് ചൗള തുടങ്ങിയ ബോളർമാർ മുംബൈയുടെ നിരയിലുണ്ട്. അതിനകത്ത് തന്നെ ഈ ഒരു പവർ റാങ്കിങ്ങിൽ 1-ാം സ്ഥാനം മുംബൈ ഇന്ത്യൻസിനാണ്. രണ്ടാമതാണ് ചെന്നൈ സൂപ്പർ കിങ്സ്. നമുക്കറിയാം അവരുടെ ഏറ്റവും മികച്ച കീ പ്ലെയർ ആയിരുന്ന ഡെവൺ കോൺവേ പരിക്കേറ്റ് പുറത്തായിട്ടുണ്ടായിരുന്നു. അദ്ദേഹത്തിന് പകരം റീപ്ലേസ് ഒന്നും നിലവിൽ CSK പ്രഖ്യാപിച്ചിട്ടില്ല. അതോടൊപ്പം തന്നെ നമുക്കറിയാം മുസ്തഫിസുർ റഹ്മാൻ അവരുടെ മറ്റൊരു മികച്ച പേസ് ബൗളർ, അദ്ദേഹത്തിനും നിലവിലൊരു പരിക്കിൻ്റെ പിടിയിലാണ്. ചെന്നൈയെ സംബന്ധിച്ച് ഒന്നിലധികം താരങ്ങൾ പരിക്കിൻ്റെ നിഴലിൽ നിൽക്കുമ്പോൾ അവർക്ക് എത്ര താരങ്ങൾ അടുത്ത സീസൺ അവൈലബിൾ ആയിരിക്കുമെന്ന് കണ്ടു തന്നെ കാണാം. പക്ഷേ നിലവിൽ CSK തങ്ങളുടെ ട്രെയിനിങ് ക്യാമ്പ് ആരംഭിച്ചിട്ടുണ്ട്. ക്യാപ്റ്റൻ ധോണിയും അവരുടെ ക്യാമ്പിൽ ജോയിൻ ചെയ്തിട്ടുമുണ്ട്. CSK പ്രിപ്പറേഷൻസ് എല്ലാം വളരെ തകൃതിയായി തന്നെ നടത്തിക്കൊണ്ട് വരികയാണ്. 3-ാം സ്ഥാനത്ത് സൺറൈസേഴ്സ് ഹൈദരാബാദാണ്. മികച്ച ഒരു ക്യാപ്റ്റൻ, മികച്ച ഒരു അവരുടെ SRHന്റെ മുൻപത്തെ ISL സീസണിലൊക്കെ സ്റ്റാറ്റ് നോക്കുകയാണെങ്കിൽ ഏറ്റവും മികച്ച ഒരു സ്കോഡ് തന്നെയാണ് ഹൈദരാബാദിന് ഇത്തവണ ലഭിച്ചിട്ടുള്ളത്. പാറ്റ് കമ്മിൻസിനെ പോലെ ഒരു ലോക ചാമ്പ്യൻ അവരുടെ നേതൃത്വം മുന്നിൽ നിന്ന് നയിക്കുന്നുണ്ട്. ഒപ്പം മികച്ച ബാറ്റിംഗ് ലൈനപ്പും ഏഡൻ മാർക്കറും അതോടൊപ്പം തന്നെ അബ്ദുൾ സമദ് യുവതാരം, അതോടൊപ്പം തന്നെ ട്രാവിസ് ഹെഡിനെ പോലെ മികച്ചൊരു ഓപ്പണിംഗ് ബാറ്റ്സ്മാൻ, അങ്ങനെ തുടങ്ങിയ ഒട്ടേറെ മികച്ച ബാറ്റ്സ്മാൻമാർ ഇത്തവണ ഹൈദരാബാദിൻ്റെ ലൈനപ്പിലുണ്ട്. ബൗളിങ്ങിലും അവർക്ക് വലിയ പ്രശ്നങ്ങളില്ല. ഭുവനേശ്വർ കുമാർ, T നടരാജൻ, ഉമ്രാൻ മാലിക്, ഒപ്പം പാറ്റ് കമ്മിൻസ് കൂടി ചേരുമ്പോൾ ബൗളിംഗ് അത്ര വീക്ക്നെസ് അല്ല. ഒപ്പം അനന്തു ഹസരംഗയുടെ മാന്ത്രികത നിറഞ്ഞ പന്തുകൾ കൂടിയാവുമ്പോൾ ഹൈദരാബാദിന് മികച്ച ഒരു സ്കോർ തന്നെയാണ്. അല്ലെങ്കിൽ ഏറ്റവും കിരീട പ്രതീക്ഷയിൽ മുൻപന്തിയിൽ തന്നെയാണ് സൺറൈസേഴ്സ് ഹൈദരാബാദ്. 4-ാം സ്ഥാനത്ത് രാജസ്ഥാൻ റോയൽസാണ്. മലയാളി താരം സഞ്ജു സാംസൺ നയിക്കുന്ന രാജസ്ഥാൻ റോയൽസാണ്. ശരിക്കും ഈ ഒരു ലിസ്റ്റ് പ്രകാരം നമുക്കറിയാം, ഞാൻ നേരത്തെ പറഞ്ഞ 3 ടീമുകൾ എടുത്തു നോക്കുകയാണെങ്കിൽ അവർക്കെല്ലാം വളരെ ശക്തിയുള്ള ടീം തന്നെയാണ്. രാജസ്ഥാനിലേക്ക് വരികയാണെങ്കിൽ വളരെ കൺസിസ്റ്റൻറ്റ് പെർഫോമൻസ് കാഴ്ചവെക്കാൻ സാധ്യതയുള്ള ടീം തന്നെ രാജസ്ഥാൻ. കാരണം മികച്ച ബാറ്റ്സ്മാൻമാർ, മികച്ച ബോളേഴ്സ്, മികച്ച ഓൾറൗണ്ടേഴ്സ്, അങ്ങനെ വളരെ ഒരു ബാലൻസ് ചെയ്തൊരു ടീം തന്നെയാണ് രാജസ്ഥാൻ റോയൽസ്. ഒന്നിനും ഒരു പോരായ്മകൾ പറയാൻ സാധിക്കില്ല. അതിനോട് തന്നെ 4-ാം സ്ഥാനത്താണ് സഞ്ജു സാംസൺ നേതൃത്വം നൽകുന്ന RR. 5-ാം സ്ഥാനത്ത് RCB ആണ്. RCB ഒട്ടും കിടപ്രതീക്ഷയിൽ പിന്നിലല്ല റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരും. RCB നിലവിൽ തങ്ങളുടെ ക്യാമ്പ് ആരംഭിച്ചിട്ടുണ്ട്. ക്യാപ്റ്റൻ അടക്കമുള്ള താരങ്ങൾ അവരുടെ ക്യാമ്പിലേക്ക് എത്തിയിട്ടുമുണ്ട്. പക്ഷേ ഇപ്പോഴും ആരാധകർ കാത്തിരിക്കുന്ന വിരാട് കോഹ്ലിയുടെ ആ ഒരു എൻട്രിക്ക് തന്നെയാണ്. 6-ാം സ്ഥാനത്ത് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ആണ്. മികച്ചൊരു ടീം തന്നെയാണ്. നമുക്കറിയാം IPL ചരിത്രത്തിൽ ഏറ്റവും ഉയർന്ന തുകയ്ക്ക് മിച്ചൽ സ്റ്റാർക്ക് എന്ന ഓസ്ട്രേലിയൻ താരത്തെ കൊണ്ടുവന്നതോടുകൂടി തന്നെ ശരിക്കും ഒരു തലവര മാറിയ ടീമായും അറിയപ്പെടാൻ പോകുന്ന ടീം തന്നെയാണ് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ഫ്രാഞ്ചൈസി. വളരെ മികച്ച ഒരു ടീം തന്നെയാണ്. നമുക്ക് ശ്രേയസ് അയ്യർ നേതൃത്വം നൽകുന്ന നിരയിൽ ബാറ്റിംഗ് ലൈനപ്പിൽ നിതീഷ് റാണ, അതോടൊപ്പം തന്നെ റിങ്കു സിംഗ്, റഹ്മാനുള്ള ഗുർബാസ്, ജേസൺ റോയ്ക്ക് പകരം ഫിൽ സോൾട്ടിനെ കൊണ്ടുവന്നിട്ടുണ്ട്. അങ്ങനെ ഒട്ടേറെ മികച്ച താരങ്ങൾ KKRൻ്റെ ലൈനപ്പിലുണ്ട്. ഗുജറാത്തിലേക്ക് വരികയാണെങ്കിലും ക്യാപ്റ്റൻസി തന്നെയായിരിക്കും അവർക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വെല്ലുവിളി നിറയാൻ പോകുന്നത്. കാരണം യുവതാരമാണ്, ശുഭ്മാൻ ഗില്ലാണ്. അത്ര ഡൊമസ്റ്റിക് ക്രിക്കറ്റിൽ ഒരു ക്യാപ്റ്റൻസി എക്സ്പീരിയൻസ് ഇല്ലാത്ത താരമാണ് ഗില്ല്. അദ്ദേഹത്തിൻ്റെ ആ ഒരു ക്യാപ്റ്റൻസി
എഫിഷ്യൻസി തന്നെയായിരിക്കും, അൺഎഫിഷ്യൻസി തന്നെയായിരിക്കും, അല്ലെങ്കിൽ ക്ഷമിക്കണം, ഇന്നെഫിഷ്യൻസി തന്നെയായിരിക്കും ഗുജറാത്തിന് തലവേദനയാകാൻ പോകുന്നത്. പക്ഷേ ഒട്ടും മികച്ച ടീമുണ്ട്, മികച്ച ഓൾറൗണ്ടേഴ്സ് നമുക്കറിയാം. ഡേവിഡ് മില്ലർ, മികച്ച ഫിനിഷർമാരും മികച്ച ഓൾറൗണ്ടേഴ്സ് ഉണ്ട്. റാഷിദ് ഖാൻ, രാഹുൽ തെവാട്ടി, അതോടൊപ്പം തന്നെ അസ്മത്തുള്ള ഒമർ സായി തുടങ്ങിയ താരങ്ങളെല്ലാം ഗുജറാത്തിൻ്റെ ലൈനപ്പിലുമുണ്ട്. 8ാം സ്ഥാനത്ത് പഞ്ചാബ് കിങ്സ് ആണ്. ശിഖർ ധവാൻ നേതൃത്വം നൽകുന്ന പഞ്ചാബ് അല്പം പിറകോട്ട് തന്നെയാണ്. 9ാം സ്ഥാനത്ത് ലക്നൗ സൂപ്പർ ജയൻസ് നമുക്കറിയാം. ദേവദത്ത് ആവേഷ് ഖാന് പകരം RRൽ നിന്നും ദേവദത്ത് പടിക്കൽ എത്തുന്നതോടുകൂടി ടോപ്പ് ഓർഡർ ബാറ്റിംഗ് നിര വളരെ ശക്തമായി തുടരുമ്പോഴും ബോളിംഗ് ഡിപ്പാർട്ട്മെൻറ്റ് അല്പം പുറകോട്ട് തന്നെയാണ്. മാർക്ക് വുഡ് എന്ന എക്സ്പീരിയൻസ്ഡ് താരം പരിക്കേറ്റ് പുറത്തായത് LSGയുടെ ബോളിംഗ് ഡിപ്പാർട്ട്മെൻറ്റിനെ ബാധിച്ചേക്കാം. പക്ഷേ നിലവിലത്തെ അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ ഏറ്റവും മികച്ച ഫോമിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന വെസ്റ്റ് ഇൻഡീസ് താരം യുവതാരം ഷമാർ ജോസഫിനെ കൊണ്ടുവന്നത് ഏറെക്കുറെ അവരുടെ പരാധീനതകൾ പരിഹരിച്ചേക്കാം. അവസാന സ്ഥാനത്ത് ഡൽഹി ക്യാപിറ്റൽസ് ഒരുപക്ഷെ ഒന്നും ആവശ്യപ്പെടാനില്ലാത്തൊരു ടീമായി തന്നെ മാറാൻ പോവുകയാണ് ഡൽഹി ക്യാപിറ്റൽസ്. എന്നിരുന്നാലും ഋഷഭ് പന്ത് മടങ്ങി വരുന്നത് തന്നെയാണ് DCയെ സംബന്ധിച്ച് പ്രധാനപ്പെട്ടൊരു കാര്യം. പക്ഷേ അധികം സ്ട്രെങ്ത് ഉള്ളൊരു ലൈനപ്പ് എന്ന് ഒരിക്കലും പറയാൻ സാധിക്കില്ല. ഓരോ ഡിപ്പാർട്ട്മെൻറ്റിലും ഒന്നോ രണ്ടോ മികച്ച താരങ്ങളുണ്ടെങ്കിൽ പോലും അത്ര ഒരു ബെറ്റർ സ്കോഡ് ആവാൻ DCക്ക് ഇനിയും സാധിച്ചിട്ടില്ല എന്നാണ് എൻ്റെ ഒരു വിലയിരുത്തൽ. പക്ഷേ നമുക്കറിയാം ക്രിക്കറ്റാണ്, ക്രിക്കറ്റിൽ എപ്പോൾ വേണമെങ്കിലും വിജയങ്ങൾ അല്ലെങ്കിൽ പരാജയങ്ങളും പല ടീമുകളെ സംബന്ധിച്ചും സംഭവിക്കാം. സോ കാത്തിരുന്ന് തന്നെ കാണാം. നിലവിലത്തെ ഒരു അപ്ഡേറ്റ് പ്രകാരം ടോപ്പ് 10 പവർ റാങ്കിങ് ഇങ്ങനെയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടുതൽ വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.